അടുത്തത് 9ാമത്തെ ചോദ്യം. A 4-digit numbers are formed using cards with the numbers 5, 6, 7, 8 written on them. How many 4-digit numbers can be made? What is the probability that such a number is less than 8,000? What is the probability that such a number is even? എന്താണ് പറഞ്ഞിട്ടുള്ളത്? നമുക്കൊരു 4 കാർഡ്സ് തരികയാണ്. ഒന്നാമത്തെ കാർഡിൽ 5 ആണ് നമ്പർ, രണ്ടാമത്തെ കാർഡിൽ 6 ആണ്, മൂന്നാമത്തെ കാർഡിൽ 7 ആണ്, നാലാമത്തെ കാർഡിൽ 8 ആണ്. ഇങ്ങനെ 5, 6, 7, 8 എന്ന 4 കാർഡ്സുകൾ തരുന്നു. ഇനി ഈ കാർഡ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്ത് നമുക്ക് 4-ഡിജിറ്റ് നമ്പേഴ്സുകൾ ഉണ്ടാക്കണം, അതായത് 4 അക്ക സംഖ്യകൾ ഉണ്ടാക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര 4 അക്ക സംഖ്യ ഉണ്ടാക്കാം എന്ന് നോക്കാം. ഏതൊക്കെ രീതിയിൽ ഉണ്ടാക്കാം? ആദ്യം തന്നെ നമുക്ക് 5 എന്ന നമ്പർ എടുക്കുകയാണ്. ഓക്കെ, ബാക്കി 5നെ നമ്മൾ അവിടെ സ്റ്റില്ലാക്കി വെക്കുകയാണ്. ബാക്കി 6, 7, 8 എന്നിവയെ നമുക്ക് എന്ത് ചെയ്യാം? ഷഫിൾ ചെയ്യാം. ഓക്കെ, അപ്പൊ 6നെ അതേപോലെ എഴുതുന്നു, 7, 8. ആദ്യം തന്നെ നമ്മൾ ആ ഒരു രീതിക്ക് തന്നെയാണ് എടുക്കുന്നത്. ഇനി രണ്ടാമത് 5 എഴുതുന്നു, 6നെ അതേപോലെ എഴുതി 7നെ 8നെ മാത്രം ഷഫിൾ ചെയ്യാം. അപ്പൊ എന്ത് വരും? 8, 7. ഇനി 5, അപ്പൊ 7ഉം 8ഉം ഷഫിളായി, 8ഉം 7ഉം ആയില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? 7 എന്ന സംഖ്യ ഇവിടെ വെക്കാം. ബാക്കി ഏതൊക്കെയാണ്? 6ഉം 8ഉം അല്ലേ? 6നെയും 8നെയും ഷഫിൾ ചെയ്യാം. ആദ്യം തന്നെ 6, 8 അതുപോലെ തന്നെ എഴുതുന്നു. വീണ്ടും 5, 7. 6ഉം 8ഉം ഷഫിൾ ചെയ്താൽ 8, 6. ഓക്കെ, ഇനി 5നെയും 8നെയും നമ്മൾ എന്ത് ചെയ്യാണ്? സ്റ്റക്ക് ആക്കുകയാണ്. ബാക്കി ആരൊക്കെയാണ്? 7ഉം 6ഉം. അവയെ മാത്രം നമ്മളൊന്ന് ഷഫിൾ ചെയ്യുന്നു. 5, 8നെ അതേപോലെ സ്റ്റക്ക് ആക്കി 7, 6 ഷഫിൾ ചെയ്താൽ 6, 7. അപ്പോൾ 5 ആദ്യമായി വരുന്ന രീതിയിൽ ഇത്രയും തരത്തിലാണ് നമുക്ക് ഷഫിൾ ചെയ്ത് 4-ഡിജിറ്റ് നമ്പേഴ്സ് അഥവാ 4 അക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ പറ്റുക. ഇനി നമുക്ക് 6നെ സ്റ്റക്ക് ആക്കാം. ബാക്കി ഏതൊക്കെ നമ്പേഴ്സ്? 5, 7, 8. ഇവയെ നമുക്ക് എന്ത് ചെയ്യാം? ഷഫിൾ ചെയ്യാം. അപ്പൊ 6നെ അതേപോലെ എഴുതി. അപ്പൊ 5 വെച്ചിട്ട് നമുക്ക് എത്രയാണ്? 6 എണ്ണല്ലേ കിട്ടിയത്? അതുപോലെ തന്നെ 6 വെച്ചിട്ട് നമുക്ക് 6 4-ഡിജിറ്റ് നമ്പേഴ്സ് ആണ് കിട്ടുക. ഓക്കെ, അപ്പൊ 6, 5നെ അതേപോലെ എഴുതുന്നു. 7ഉം 8നെ മാത്രം ഷഫിൾ ചെയ്തു. 7, 8 ഷഫിൾ ആയാൽ 8, 7. ഇനി നമുക്ക് 7 മാത്രം എഴുതാം. ഓക്കെ, 7 എഴുതി കഴിഞ്ഞാൽ ബാക്കി ഏതൊക്കെയാണ് സംഖ്യകൾ ഉള്ളത്? 6ഉം 7ഉം നമ്മൾ സ്റ്റക്ക് ആക്കി. ബാക്കി എത്രയുണ്ട്? 5ഉം 8ഉം അല്ലേ? അപ്പൊ 5ഉം 8ഉം എഴുതി. ഇനി 5നെയും 8നെയും ഷഫിൾ ചെയ്ത് 8, 5. ഇനി ഇപ്പൊ 6നെയും 5നെയും ഷഫിൾ സ്റ്റക്ക് ആക്കി, അതുപോലെ 6നെയും 7നെയും. ഇനി നമ്മൾ 6നെയും 8നെയാണ് സ്റ്റക്ക് ആക്കുന്നത്. ബാക്കി ആരൊക്കെയാണ്? 7ഉം 5ഉം ആണ്. 7, 5, 5, 7. ഇതുപോലെ തന്നെ നമ്മൾ 7നെ ഇനി സ്റ്റക്ക് ആക്കുക. 7, 7. ഓക്കെ, ഇനി 7 കഴിഞ്ഞിട്ട് 7 അല്ലാത്ത എത്ര നമ്പേഴ്സ് ആണ്? 5ഉം 6ഉം 8ഉം. 5, 6, 8. 5നെ അതേപോലെ എഴുതി. 6നെ 8നെ മാത്രം ഷഫിൾ ചെയ്താൽ 8, 6. ഓക്കെ, ഇനി നമ്മൾ 6നെ മാത്രം സ്റ്റക്ക് ആക്കുകയാണ്. ബാക്കി ആരൊക്കെയാണുള്ളത്? 5ഉം 8ഉം അല്ലേ? 5, 8, 8, 5. ഇനി 8നെ മാത്രം സ്റ്റക്ക് ആക്കുന്നു. ബാക്കി ആരൊക്കെയാണുള്ളത്? 6ഉം 5ഉം, 5ഉം 6ഉം. ഇനി അതുപോലെ ലാസ്റ്റ് 8 എന്ന നമ്പറിനെയാണ് സ്റ്റക്ക് ആക്കി വെക്കുന്നത്. സ്റ്റക്ക് ആക്കി വെക്കുക എന്ന് പറയുന്നത് ആദ്യം അത് എടുക്കുക എന്നതാണ്. അടുത്തത് ബാക്കി 8 കഴിഞ്ഞാൽ ആരൊക്കെയാണ്? 5, 6, 7. ഇനി 5നെ അവിടെ നിർത്തുന്നു. 6ഉം 7ഉം ഷഫിൾ ചെയ്താൽ 7ഉം 6ഉം. ഇനി നമുക്ക് 6നെ സ്റ്റക്ക് ആക്കാം. ബാക്കി ആരൊക്കെയാണുള്ളത്? 5ഉം 7ഉം, 7ഉം 5ഉം. ഇനി ബാക്കി 7 ആണുള്ളത്. 6, 5. 7 അതുപോലെ എഴുതി. 5, 6. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എല്ലാ നമ്പേഴ്സിനും 5നെയും 6നെയും 7നെയും 8നെയും എല്ലാം ഫസ്റ്റ് വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു? 4-ഡിജിറ്റ് നമ്പേഴ്സുകൾ ഫോം ചെയ്തു. അപ്പൊ ഇത്രയും 4-ഡിജിറ്റ് നമ്പേഴ്സുകളാണ് നമ്മൾ ഫോം ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഫോം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ആദ്യത്തെ സംഖ്യ അങ്ങ് സ്റ്റക്ക് ആക്കുക. അതിനുശേഷം ബാക്കിയുള്ള നമ്പേഴ്സിനെ ഷഫിൾ ചെയ്ത് എഴുതുക. അതുപോലെ രണ്ടാമത്തെ നമ്പറിനെ ഫസ്റ്റ് എടുക്കുക, ബാക്കിയുള്ള നമ്പേഴ്സിനെ ഷഫിൾ ചെയ്യുക. അതുപോലെ മൂന്നാമത്തെ സംഖ്യനെ ആദ്യമായിട്ട് എടുക്കുക, ബാക്കിയുള്ള നമ്പേഴ്സിനെ ഷഫിൾ ചെയ്യുക. അതുപോലെ തന്നെ നാലാമത്തെ നമ്പറിനെ ആദ്യത്തെ നമ്പറായിട്ട് എടുക്കുന്നു, ബാക്കിയുള്ള നമ്പേഴ്സിനെ ഷഫിൾ ചെയ്യുന്നു. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് ഉള്ള എല്ലാ 4-ഡിജിറ്റ് നമ്പേഴ്സുകളും അഥവാ 4 അക്ക സംഖ്യകളും നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഒന്നാമത്തെ ചോദ്യം എന്താ? ഹൗ മെനി 4-ഡിജിറ്റ് നമ്പേഴ്സ് ക്യാൻ ബി മെയ്ഡ്? എത്ര 4-ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാം? എത്ര എണ്ണം ഉണ്ടാക്കാം? 1, 2, 3, 4, 5, 6. 6, 12, 18, 24. അപ്പൊ 24 4-ഡിജിറ്റ് നമ്പേഴ്സ് ആണ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുക. ഓക്കെ, ഇത് നമ്മൾ ഇങ്ങനെ ഇത്രയും എഴുതാതെ ഷോർട്ട് കട്ട് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഒക്കെ ഉണ്ട്. n ഫാക്ടോറിയൽ എന്ന് പറയും. അത് നമ്മൾ കുറച്ചുകൂടി മുതിർന്ന ക്ലാസ്സിലാണ് അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും രീതിയിൽ എഴുതിയിട്ട്, അതായത് നമുക്ക് ഏതൊക്കെ 4-ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാം എന്ന് എഴുതിയിട്ട് തന്നെ കണ്ടുപിടിക്കാനുള്ള കാരണം അത് നിങ്ങൾ പഠിക്കാത്തത് കൊണ്ടാണ്. n ഫാക്ടോറിയൽ എന്ന് പറയുന്നത് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് നിങ്ങൾ +1 +2 അതിന്റെ കുറിച്ചുള്ള വിശദമായിട്ട് നിങ്ങൾ പഠിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പൊ ആ ഒരു രീതിയിൽ ഇത് ചെയ്യാതെ ഇങ്ങനെ കൗണ്ട് ചെയ്ത് തന്നെ എഴുതാനുള്ള കാരണം.
ഇനി രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് സച്ച് എ നമ്പർ ഈസ് ലെസ് ദാൻ 8000? പ്രോബബിലിറ്റി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. പ്രോബബിലിറ്റി ഈക്വൽ ടു ഇക്വേഷൻ എന്താ? നമ്പർ ഓഫ് ഫേവറബിൾ ഇവന്റ് അഥവാ അനുകൂല സംഭവങ്ങളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇവന്റ്സ്, അതായത് ആകെയുള്ള സംഭവങ്ങളുടെ എണ്ണം. ഇതാണ് പ്രോബബിലിറ്റിയുടെ ഇക്വേഷൻ. ഇത് നമ്മൾ എന്ത് ചെയ്തതാണ്? മുൻപേ പഠിച്ചിട്ടുള്ളതാണ്. ഇനി ഇവിടെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് പ്രോബബിലിറ്റി ദാറ്റ് സച്ച് എ നമ്പർ ഈസ് ലെസ് ദാൻ 8000. അതായത് നമ്മൾ 4 ഡിജിറ്റ് നമ്പേഴ്സ് ഇങ്ങനെ എഴുതിയിട്ടില്ലേ, ഇതിൽ നിന്ന് നമ്മൾ ഒരു നമ്പർ എടുക്കുകയാണ്. ആ നമ്പർ 8000, അതായത് 8000-ന് താഴെ ആവാനുള്ള സാധ്യതയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ 4 ഡിജിറ്റ് നമ്പേഴ്സ് ഇവിടെ എത്ര ഉണ്ട്? 24. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഇവന്റ്സ് 24 ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫേവറബിൾ ഇവന്റ്സ്. ഫേവറബിൾ ഇവന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? 8000-ൽ താഴെയുള്ള നമ്പേഴ്സ്. ഇതിൽ 8000-ൽ താഴെയുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഈ 6 ഈ 6 ഈ 6 എന്താണ്? 8000-ൽ കൂടുതലല്ലേ? അതുകൊണ്ട് ഈ 6 വീതമുള്ള 4 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് നമുക്ക് 8000-ൽ കുറഞ്ഞ് കിട്ടുന്നത്. അപ്പൊ 6, 12, 18. അപ്പൊ 18 നമ്പേഴ്സ്, അതായത് 18 നാലക്ക സംഖ്യകൾ എന്താണ്? 8000-ൽ കുറഞ്ഞതാണ്. അതുകൊണ്ട് നമ്മൾ നമ്പർ ഓഫ് ഫേവറബിൾ ഇവന്റ് അഥവാ അനുകൂല സംഭവങ്ങളുടെ എണ്ണം 18 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? പ്രോബബിലിറ്റി ദാറ്റ് സച്ച് എ നമ്പർ ഈസ് ലെസ് ദാൻ 8000 ഈസ് 18/24. അതായത് 8000-ൽ കുറഞ്ഞ ഒരു നമ്പർ എടുക്കാനുള്ള സാധ്യത എന്നത് 18/24 ആണ്. മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് സച്ച് എ നമ്പർ ഈസ് ഈവൻ നമ്പർ? അതായത് നമ്മൾ എടുക്കുന്ന ആ നമ്പർ ഒരു ഈവൻ നമ്പർ അല്ലെങ്കിൽ രണ്ടക്ക സംഖ്യ ആവാനുള്ള സാധ്യതയാണ് ചോദിച്ചിട്ടുള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് ഇവന്റ്സ് എത്രയാണ്? ആകെയുള്ള 4 ഡിജിറ്റ് നമ്പേഴ്സ് അല്ലെങ്കിൽ നാലക്ക സംഖ്യകൾ 24 ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് ഫേവറബിൾ ഇവന്റ് ആണ്. അതായത് ഇത്രയും നമ്പേഴ്സ്, 24 4 ഡിജിറ്റ് നമ്പേഴ്സ് അഥവാ നാലക്ക സംഖ്യകളിൽ ഇവൻ നമ്പേഴ്സ് അഥവാ രണ്ടക്ക സംഖ്യ കണ്ടുപിടിക്കണം. ഇവൻ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇത്രയും 4 ഡിജിറ്റ് ഒക്കെ ഉള്ള ഒരു നമ്പറിൽ ഇവൻ നമ്പേഴ്സ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അവസാന ഡിജിറ്റ് അല്ലെങ്കിൽ അവസാന സംഖ്യ ഇവൻ ആണെങ്കിൽ അല്ലെങ്കിൽ രണ്ടക്ക സംഖ്യ ആണെങ്കിൽ അത് ഇവൻ നമ്പർ ആണ്. ഇവിടെ 8 ആണ് അവസാന സംഖ്യ. 8 ഒരു ഇവൻ നമ്പർ അഥവാ രണ്ടക്ക സംഖ്യ അല്ലേ, അതുകൊണ്ട് ഇതൊരു ഇവൻ നമ്പർ ആണ്. അതുപോലെ ഇത് ഇവൻ നമ്പർ ആണ്, ഇത് ഇവൻ നമ്പർ ആണ്, ഇത് ഇവൻ നമ്പർ ആണ്. 8 ഒരു ഇവൻ നമ്പർ ആണ്, ഈ ഒരു സംഖ്യ ഇവൻ നമ്പർ ആണ്. ഇനി 5ഉം 7ഉം ഒക്കെയാണ് ലാസ്റ്റ് ഡിജിറ്റ് വരുന്നത്, അതുകൊണ്ട് ഇതൊന്നും എന്തല്ല? ഇവൻ നമ്പർ അല്ല, ഇതൊക്കെ ഒറ്റക്ക സംഖ്യകളാണ്. ഇനി അങ്ങനെയുള്ള എല്ലാ ഇവൻ നമ്പേഴ്സ് അഥവാ ഇരട്ട സംഖ്യകളും നമുക്ക് എന്ത് ചെയ്യാം? ശരി ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും ഇവൻ നമ്പേഴ്സ് അഥവാ ഇരട്ട സംഖ്യകളാണ് ഈ 4 ഡിജിറ്റ് നമ്പേഴ്സിൽ ഉള്ളത്. ഏതൊക്കെയാണ്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 ഇവൻ നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതി? 12/24. അതായത് പ്രോബബിലിറ്റി ദാറ്റ് സച്ച് എ നമ്പർ ഈസ് ഇവൻ, അതായത് രണ്ടക്ക സംഖ്യ കിട്ടാനുള്ള സാധ്യത 12/24 ആണ്. അടുത്തത് 9ന്റെ തന്നെ ബി ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ ബോക്സ് there are 3 red balls, 5 blue balls. In other box contains 6 red balls and 4 blue balls. One ball is taken from each box. How many different ways we can pair it? What is the probability of both being red balls? What is the probability of at least one being a blue ball? ഓക്കെ, എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ നമുക്ക് 2 ബോക്സുകൾ ഉണ്ട്. ഇതാണ് ഒന്നാമത്തെ ബോക്സ്, ബോക്സ് 1. ഒന്നാമത്തെ ബോക്സിൽ എന്തൊക്കെയാണുള്ളത്? 3 റെഡ് അഥവാ 3 ചുവപ്പ് ബാളും 5 ബ്ലൂ അതായത് 5 നീല ബോളുമാണുള്ളത്. ഇനി രണ്ടാമത്തെ ഒരു ബോക്സ് ഉണ്ട്, ബോക്സ് നമ്പർ 2. രണ്ടാമത്തെ ബോക്സിൽ 6 റെഡ് ബോൾ അഥവാ 6 ചുവന്ന ബോളും 4 ബ്ലൂ ബോൾ അഥവാ 4 നീല ബ്ലൂ ബോൾസുമാണ് അഥവാ 4 നീല ബോൾസുമാണുള്ളത്. ഓക്കെ, ഇനി 2 ബോക്സിൽ നിന്നും ഓരോ ബോൾസ് വീതം എടുക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ചോദ്യം, ഹൗ മെനി ഡിഫറൻസ് വേസ് വി ക്യാൻ പെയർ ഇറ്റ്? അതായത് 2 ബോക്സിൽ നിന്നും ഓരോ ബോൾസ് അഥവാ ഓരോ പന്തുകൾ വീതം എടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര പെയേഴ്സ് അഥവാ എത്ര ജോഡികൾ കിട്ടും? എങ്ങനെയാണ് നമ്മൾ അത് കണ്ടുപിടിക്കലും? ടോട്ടൽ പെയേഴ്സ് അഥവാ ആകെയുള്ള ജോഡികളുടെ എണ്ണം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആദ്യം തന്നെ ബോക്സ് 1ൽ ടോട്ടൽ എത്ര ബോൾസ് ഉണ്ട് നോക്കുക. 5 3 എത്രയാണ്? 8 അല്ലേ? ടോട്ടൽ 8 ബോൾസ്. ബോക്സ് 2ൽ എത്ര ടോട്ടൽ ബോൾസ് ഉണ്ട്? 6 4 10 അല്ലേ? 10 ടോട്ടൽ ബോൾസ്. ബോക്സ് 1ൽ 8 ടോട്ടൽ ബോളുകളും ബോക്സ് 2ൽ 10 ടോട്ടൽ ബോൾസുമാണുള്ളത്. അപ്പൊ ടോട്ടൽ പെയേഴ്സ് അഥവാ ടോട്ടൽ ജോഡികൾ കിട്ടാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിനെ രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എങ്ങനെ? 10 × 8 എത്രയാ? 80. അതായത് ബോക്സ് 1ൽ നിന്നും ബോക്സ് 2ൽ നിന്നും ഓരോ ബോൾസ് വീതം എടുക്കുകയാണെങ്കിൽ
നമുക്ക് 80 ജോഡികൾ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് എടുക്കാം? ഒന്നാമത്തെ ബോക്സിൽ നിന്ന് റെഡ്, അതുപോലെ രണ്ടാമത്തെ ബോക്സിൽ നിന്നും റെഡ്, ഇങ്ങനെ എടുത്തൂടെ? ഇതൊരു പെയറാണ്. അതായത് ഒന്നാമത്തെ ബോക്സിൽ നിന്നും നമ്മൾ റെഡ് എടുക്കുന്നു, രണ്ടാമത്തെ ബോക്സിൽ നിന്നും റെഡ് എടുക്കുന്നു. അങ്ങനെ ആർ എന്നൊരു പെയർ എടുത്തൂടെ? ഇത് എത്ര പേഴ്സ് ഉണ്ടാവും എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ടോട്ടൽ പേഴ്സ് കണ്ടുപിടിച്ച പോലെ തന്നെയാണ് കണ്ടുപിടിക്കുക. എങ്ങനെയാണ്? ബോക്സ് 1 എത്ര റെഡ് ഉണ്ട്? 3. ബോക്സ് 2 എത്ര റെഡ് ഉണ്ട്? 6. 3 × 6 ചെയ്ത് കഴിഞ്ഞാൽ ആർ എന്ന പേഴ്സ് എത്ര, റെഡ് എന്ന പേഴ്സ് എത്ര ഉണ്ടെന്ന് കിട്ടും. 3 × 6 എത്രയാണ്? 18. ഇനി ബോക്സ് 1 നിന്നും നമ്മൾ റെഡ് എടുക്കുന്നു, ബോക്സ് 2 നിന്നും ബ്ലൂ എടുക്കുന്നു. അങ്ങനെ ഒരു പേര് വന്നൂടെ? RB. എത്ര പേഴ്സ്, എത്ര ജോഡികൾ ഉണ്ടാവും? റെഡ് ബ്ലൂ എന്ന എത്ര ജോഡികൾ ഉണ്ടാകും? 3. അതായത് ബോക്സ് 1 3 റെഡ് ആണ്. ഇനി ബോക്സ് 2 4 ബ്ലൂ ആണ്. 3 × 4 എത്രയാ? 12. ഇനി ബോക്സ് 1 നിന്നും ബ്ലൂ എടുക്കുന്നു, ബോക്സ് 2 നിന്നും റെഡ് എടുക്കുന്നു. ബോക്സ് 1 നിന്നും ബ്ലൂ എടുക്കുന്നു, ബോക്സ് 2 നിന്നും റെഡ് എടുക്കുന്നു. ഇങ്ങനെ എടുത്തൂടെ? ഇങ്ങനത്തെ എത്ര പേഴ്സ്, എത്ര ജോഡികൾ ഉണ്ട് എന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ബോക്സ് 1 5 ബ്ലൂ ആണ്, അപ്പൊ 5 എഴുതി. ഇൻറ്റു, ഇനി ബോക്സ് 2 എത്രയാണ്? 6 റെഡ് ആണ്, അപ്പൊ 5 × 6 എത്രയാണ്? 30. അതായത് ബ്ലൂ റെഡ് എന്ന പേഴ്സ് നമുക്ക് 30 എണ്ണം കിട്ടും. ഇനി നമുക്ക് 2 നിന്നും ബ്ലൂ എടുത്തൂടെ? അതായത് ബോക്സ് 1 നിന്നും ബ്ലൂ എടുക്കുന്നു, ബോക്സ് 2 നിന്നും ബ്ലൂ എടുക്കുന്നു. ബോക്സ് 1 എത്ര ബ്ലൂ ഉണ്ട്? 5. ബോക്സ് 2 എത്ര ബ്ലൂ ഉണ്ട്? 4. 5 × 4 എത്രയാ? 20. ഓക്കെ, അപ്പൊ ഇത്രയും തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ബോൾസുകൾ എടുക്കാം. അതായത് രണ്ട് ബോക്സിൽ നിന്ന് റെഡ് എടുക്കാം, ഒന്നാമത്തെ ബോക്സിൽ നിന്ന് റെഡും രണ്ടാമത്തെ ബോക്സിൽ നിന്നും ബ്ലൂ എടുക്കാം. അതുപോലെ മൂന്നാമതായിട്ട് ഒന്നാമത്തെ ബോക്സിൽ നിന്നും ബ്ലൂവും രണ്ടാമത്തെ ബോക്സിൽ നിന്ന് റെഡും എടുക്കാം. അതുപോലെ 2 ബോക്സിൽ നിന്നും ബ്ലൂ എടുക്കാം. ഇത്രയും തരത്തിൽ നമുക്ക് ജോഡികൾ എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കും. ടോട്ടൽ ജോഡികൾ എത്രയാണ്? 80 എണ്ണമാണ്. ഓക്കെ, 18 + 12 + 30 + 20 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 80 കിട്ടും. ഓക്കെ, ഇനി ആദ്യത്തെ ചോദ്യം, ഹൗ മെനി ഡിഫറെന്റ് വേസ് വി ക്യാൻ പെയർ ഇറ്റ്? എത്ര തരത്തിൽ നമുക്ക് ഇതിനെ പെയർ ചെയ്യാം? അതായത് ടോട്ടൽ ജോഡികളുടെ എണ്ണമാണ് അവിടെ ചോദിക്കുന്നത്. ടോട്ടൽ പെയർസ് എത്രയാണ്? 80. രണ്ടാമത്തെ ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് റെഡ് ബോൾസ്? അതായത് നമ്മൾ എടുക്കുന്ന രണ്ടും റെഡ് ബോൾസ്, അതായത് ബോക്സ് 1 നിന്നും റെഡ് എടുക്കുന്നു, ബോക്സ് 2 നിന്നും റെഡ് എടുക്കുന്നു. അങ്ങനെയുള്ള ഒരു പെയർ അഥവാ ജോഡി കിട്ടാനുള്ള സാധ്യത നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് ഫേവറബിൾ പെയർസ് അഥവാ അനുകൂലമായ ജോഡികളുടെ എണ്ണം. ഇക്വേഷൻ ആണ് നമ്പർ ഓഫ് ഫേവറബിൾ പെയർസ്, അനുകൂല ജോഡികളുടെ എണ്ണം, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പെയർസ്, അതായത് ആകെയുള്ള ജോഡികളുടെ എണ്ണം. ഓക്കെ, നമ്പർ ഓഫ് ഫേവറബിൾ പെയർസ് എന്ന് പറയുന്നത് ഇവിടെ ഏതാണ് ഫേവറബിൾ പെയർസ് അഥവാ അനുകൂലമായ ജോഡികൾ? 2 റെഡ്. ഓക്കെ, 2 റെഡ് കിട്ടാനുള്ള ജോഡികളുടെ എണ്ണം, 2 റെഡ് ആയിട്ടുള്ള ജോഡികളുടെ എണ്ണം. ടോട്ടൽ നമ്പർ ഓഫ് പെയർസ് 80 ആണ്. ഇനി എത്ര ആർ എന്ന എത്ര ജോഡികൾ ഉണ്ട്? ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട്. എത്രയാണ്? 18. കാരണം എന്താണ്? ഒന്നാമത്തെ ബോക്സിൽ 3 റെഡ് ആണ്, രണ്ടാമത്തെ ബോക്സിൽ 6 റെഡ് ആണ്. 3ഉം 6ഉം ഗുണിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3 × 6/80. 3 × 6 എത്രയാണ്? 18/80 ആണ് ഉത്തരം. മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ബീയിങ് എ ബ്ലൂ ബോൾ? അതായത് ബോക്സ് 1 നിന്നും ബോക്സ് 2 നിന്നും നമ്മൾ 2 ബോളുകൾ വീതം എടുക്കുന്നില്ലേ? അതിൽ ഒന്നെങ്കിലും ബ്ലൂ ആവണം. ഓക്കെ, അതായത് 2 റെഡ്, ഇത് പറ്റില്ല കാരണം അതിൽ 2 റെഡ് ആണ്, ഒന്ന് പോലും ബ്ലൂ അല്ല. ഇനി ഈ പെയർ പറ്റുമോ? കാരണം ഇതിൽ 1 ബ്ലൂ ഉണ്ട്, അതുകൊണ്ട് ഈ പെയർ പറ്റും. ഇതിലും 1 ബ്ലൂ ഉണ്ട്, അതുകൊണ്ട് ഈ പെയർ പറ്റും. ഇതിൽ 2 ബ്ലൂ ആണ്. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒന്നെങ്കിലും ബ്ലൂ ആവണം. അങ്ങനെയാണെങ്കിൽ 2 ബ്ലൂ ആയാലും പ്രശ്നമില്ല, അപ്പോൾ ഈ പെയറും പറ്റും. അതായത് ഈ 3 പെയർസ് ആണ് ഫേവറബിൾ പെയർസ്. ഒന്ന് ബോക്സ് 1 നിന്നും റെഡും ബോക്സ് 2 നിന്നും ബ്ലൂവും. ഇനി രണ്ടാമത്തെ പെയർ എന്ന് പറയുന്നത് ബോക്സ് 1 നിന്ന് ബ്ലൂ, ബോക്സ് 2 നിന്ന് റെഡ്. മൂന്നാമത്തെ പെയർ എന്ന് പറയുന്നത് 2 ബോക്സിൽ നിന്നും ബ്ലൂ. ഈ 3 പെയർസും ഇവിടെ പറ്റും. ഓക്കെ, അപ്പൊ പി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ബ്ലൂ, അതായത് ഒരു ബ്ലൂ ബോളെങ്കിലും കിട്ടാനുള്ള സാധ്യത. ഓക്കെ, അറ്റ്ലീസ്റ്റ് 1 ബ്ലൂ ഏതൊക്കെ വരാം? പി ഓഫ് RB വരാം, അതായത് ഒരു റെഡും ഒരു ബ്ലൂവും എടുക്കാം. അല്ലെങ്കിൽ BR വരാം, ഒരു ബ്ലൂവും ഒരു റെഡും എടുക്കാം. അല്ലെങ്കിൽ 2 ബ്ലൂ ആവാം. ഇത്രയും സാധ്യതകൾ അവിടെ വരും. ഓക്കെ, ഇക്വേഷൻ എന്താ? നമ്പർ ഓഫ് ഫേവറബിൾ പെയർസ്. ഈ ഫേവറബിൾ പെയർസുകൾ ഇവയൊക്കെയാണ്. ഇവയുടെ ടോട്ടൽ നമ്പർ ഓഫ്, ഇവയുടെ നമ്പേഴ്സ് ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ ആറും ബിയും എത്രയാ? 12 പെയർസ് ആണ് RB എന്നതായിട്ടുള്ളത്. ഇനി BR എന്നത് എത്രയുണ്ട്? 30 പെയർസ് അഥവാ 30 ജോഡികൾ. BB എത്രയുണ്ട്? 20 പെയർസ് അഥവാ 20 ജോഡികൾ. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പെയർസ് 80.
ഇനി 12 + 30 + 20, 30ഉം 20ഉം കൂട്ടിയാൽ 50 ആണ്. 50 കൂടി 12 കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 62/80 ആണ് ഉത്തരം. അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു ബ്ലൂ ബോൾ കിട്ടാനുള്ള സാധ്യത 62/80 ആണ്. പത്താമത്തെ ചോദ്യം. In an arithmetic sequence, if the position increases by 6, then the terms decreases by 30. Sum of second and eighth term of this sequence is 120. Find its second term. What is the position of 0 in this sequence? എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ പൊസിഷൻ അഥവാ സ്ഥാനം 6 കൂടുമ്പോൾ അവയുടെ ടേം അഥവാ പദം 30 കുറയും. ഓക്കെ, പിന്നീട് എന്താണ് തന്നിട്ടുള്ളത്? സം ഓഫ് സെക്കൻഡ് ആൻഡ് എയ്ത്ത് ടേം, അതായത് രണ്ടാമത്തെ പദവും എട്ടാമത്തെ പദവും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 120 കിട്ടും. ആദ്യം തന്നെ നമുക്ക് അത് എഴുതാം. സെക്കൻഡ് ടേം പ്ലസ് എയ്ത്ത് ടേം കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 120 കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ക്ലൂ എന്താണ്? ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഒരു ടേമിലൂടെ 6 ടേംസ്, അതായത് അതിന്റെ പൊസിഷൻ 6 വെച്ച് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടേം എന്ന് പറയുന്നത് 30 വെച്ച് കുറയും. അതായത് ഇപ്പൊ ഇവിടെ തന്നെ നോക്കിയാൽ സെക്കൻഡ് ടേമും എയ്ത്ത് ടേമും നമുക്ക് തന്നിട്ടുള്ളത്. സെക്കൻഡ് ടേമിന്റെ കൂടെ 6 പൊസിഷൻ കൂടിക്കഴിഞ്ഞാലല്ലേ നമുക്ക് എയ്ത്ത് ടേം കിട്ടുക, അല്ലെ? ഓക്കെ, അപ്പൊ സെക്കൻഡ് ടേം രണ്ടാമത്തെ പദത്തിന്റെ കൂടെ 6 സ്ഥാനങ്ങൾ കൂട്ടിയാലാണ് നമുക്ക് എന്ത് ചെയ്യുക? എട്ടാമത്തെ പദം അഥവാ എയ്ത്ത് ടേം കിട്ടുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഈ പദം എത്രയാണോ അതിന്റെ കൂടെ 30 കുറച്ചതായിരിക്കും എട്ടാമത്തെ പദം. ഓക്കെ, പൊസിഷൻ 6 കൂടുമ്പോൾ അവിടെ പദത്തിന്റെ, അതായത് ടേംസ് 30 കുറയുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ സെക്കൻഡ് ടേം നമ്മൾ ഒരു സ്മോൾ ലെറ്റർ, ഏതെങ്കിലും ഒരു സ്മോൾ ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുകയാണ്. സ്മോൾ ലെറ്റർ എക്സ് കൊണ്ട് സൂചിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ എയ്ത്ത് ടേം എന്തായിരിക്കും? ഈ സെക്കൻഡ് ടേമിന്റെ കൂടെ 30 കുറച്ചതായിരിക്കും, അതായത് x-30. ഓക്കെ, അതായത് ഇവിടെ സെക്കൻഡ് ടേമിൽ നിന്നും എയ്ത്ത് ടേമിലേക്ക് 6 പൊസിഷൻ ഇൻക്രീസ് ചെയ്തു. അങ്ങനെ വന്നപ്പോൾ ടേംസ് എന്ത് ചെയ്തു? 30 കുറയുകയും ചെയ്തു. അതാണ് ഇവിടെ ആദ്യത്തെ ഡീറ്റെയിൽ നമുക്ക് തന്നിട്ടുള്ളത്. രണ്ടാമത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് സെക്കൻഡ് ടേമോ എയ്ത്ത് ടേമോ കൂട്ടിയാൽ 120 ആണെന്നാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലൂസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്താണ്? ഫൈൻഡ് ഇറ്റ് സെക്കൻഡ് ടേം. രണ്ടാമത്തെ പദം കണ്ടുപിടിക്കാനാണ് ആദ്യത്തെ ചോദ്യം. അതിനെന്ത് ചെയ്താൽ മതി? ഇവിടെ നമുക്ക് സെക്കൻഡ് ടേം നമ്മൾ എക്സ് എന്ന ലെറ്റർ എടുത്തിട്ടുണ്ട്. എയ്ത്ത് ടേം എന്ന് പറയുന്നത് എക്സിന്റെ കൂടെ 30 കുറച്ചതാണെന്ന് എടുത്തിട്ടുണ്ട്. ഈ സെക്കൻഡ് ടേമിന്റെ എയ്ത്ത് ടേമിന്റെ സ്ഥാനത്ത് എക്സും x-30 ഇട്ട് കൊടുത്താൽ നമുക്ക് അതിൽ നിന്ന് എക്സ് കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാണ്? സെക്കൻഡ് ടേം പ്ലസ് എയ്ത്ത് ടേം ഈക്വൽ ടു 120. സെക്കൻഡ് ടേമിന് നമ്മൾ എക്സ് എന്നിട്ട് കൊടുക്കുന്നു. എയ്ത്ത് ടേമിന്റെ സ്ഥാനത്ത് x-30 എന്നിട്ട് കൊടുക്കുന്നു. ഈക്വൽ ടു 120. എക്സും കൂട്ടിയാൽ എത്രയാ? 2x മൈനസ് 30 ഈക്വൽ ടു 120. ഇനി 2x ഈക്വൽ ടു 120. ഈ -30 ഈ സൈഡിലേക്ക് പോയാൽ +30. ഇനി x ഈക്വൽ ടു 120 30 കൂട്ടിക്കഴിഞ്ഞാൽ 150 ആണ്. ഈ രണ്ട് ഈ സൈഡിലേക്ക് വന്നാൽ 150 ഹരിക്കണം 2. 150ന്റെ പകുതി എത്രയാ? 75. അതായത് നമുക്കിവിടെ എക്സിന്റെ വാല്യൂ 75 ആണെന്ന് കിട്ടി. അതായത് സെക്കൻഡ് ടേം എത്രയാണ്? ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ സെക്കൻഡ് ടേം അഥവാ രണ്ടാം പദം എത്രയാണ്? 75 ആണ്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഒരു ടേം ആണ് 0. ഓക്കെ, ആ 0ന്റെ പൊസിഷൻ അഥവാ സ്ഥാനമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഒരു nth ടേം എന്ന് പറയുന്നത് 0 ആണ്. അങ്ങനെയാണെങ്കിൽ ആ n ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, nth ടേം കാണാനുള്ള ഇക്വേഷൻ എന്താ? dn പ്ലസ് f മൈനസ് d ഈക്വൽ ടു 0. ഓക്കെ, ഈ ഇക്വേഷനിലെ n ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്, അതായത് 0ന്റെ പൊസിഷൻ. ഓക്കെ, ഈ n കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനിലെ ഡിയും എഫും അറിയണം. ഡി എന്ന് പറയുന്നത് എന്താണ്? ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമാണ്. എഫ് എന്ന് പറയുന്നത് എന്താണ്? ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദമാണ്. അപ്പൊ ഡിയും എഫും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ nth ടേം അതായത് 0ന്റെ പൊസിഷൻ കണ്ടുപിടിക്കാം. ഇനി കോമൺ ഡിഫറൻസ് നമുക്ക് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഇവിടെ നമുക്ക് സെക്കൻഡ് ടേം 75 ആണ്. എയ്ത്ത് ടേം എന്ന് പറയുന്നത് 75ൽ നിന്ന് 30 കുറച്ചതാണ്. 75ൽ നിന്ന് 30 കുറച്ചാൽ എത്ര വരും? 45. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ സെക്കൻഡ് ടേമും കിട്ടിയിട്ടുണ്ട്, എയ്ത്ത് ടേമും കിട്ടിയിട്ടുണ്ട്. രണ്ട് ടേംസും അവയുടെ പൊസിഷൻസും കിട്ടിക്കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കാണാൻ നമുക്കൊരു ഷോർട്ട് കട്ട് ഇക്വേഷൻ അറിയാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മളത്
ഉപയോഗിക്കുന്നുണ്ട്. എന്താണ്? ഡി ഈക്വൽ ടു ടേം ഡിഫറൻസ് അഥവാ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ബൈ പൊസിഷൻ ഡിഫറൻസ് അഥവാ അവയുടെ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് നമുക്ക് ഡി അഥവാ കോമൺ ഡിഫറൻസ് കാണാനുള്ള ഒരു ഷോർട്ട് കട്ട് ഇക്വേഷൻ. ഇനി ഇവിടെ സെക്കൻഡ് ടേം 75 ആണ്, എയ്ത്ത് ടേം 45 ആണ്. അപ്പൊ ടേം ഡിഫറൻസ് 75 മൈനസ് 45. ഇനി പൊസിഷൻ ഡിഫറൻസ് 75ന്റെ സ്ഥാനം എത്രയാണ്? 2 ആണ്. 45ന്റെ സ്ഥാനം അഥവാ പൊസിഷൻ 8 ആണ്. ഇനി 75ൽ നിന്നും 45 പോയാൽ 30. 2ൽ നിന്നും 8 പോയാൽ എത്രയാണ്? -6. ഇനി 30 ഹരിക്കണം -6 എന്ത് വരും? -5. അതായത് നമുക്ക് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതു വ്യത്യാസം -5 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദമാണ്. നമുക്കറിയാം ഇവിടെ സെക്കൻഡ് ടേം എന്നത് 75 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, സെക്കൻഡ് ടേം എന്നത് 75 ആണെന്ന് തന്നിട്ടുണ്ട്. nth ടേം കാണാൻ dn പ്ലസ് f മൈനസ് d എന്ന് പഠിക്കുന്നതിനോടൊപ്പം നമ്മൾ മറ്റൊരു ഇക്വേഷൻ കൂടെ പഠിക്കുന്നുണ്ട്. എന്താണ്? f പ്ലസ് n മൈനസ് 1 ഇൻറ്റു d ഈക്വൽ ടു 75. ഇനി ഈ ഇക്വേഷനും ഈ ഇക്വേഷനും എപ്പോഴാണ് ഉപയോഗിക്കുക? ഈ ഇക്വേഷൻ അതായത് എഫ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി എന്ന ഇക്വേഷൻ ഉപയോഗിക്കുക നമുക്ക് എഫും ഡിയും തന്നിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് എഫോ അല്ലെങ്കിൽ ഡിയോ ഇതിൽ ഏതെങ്കിലും ഒന്ന് തന്നിട്ടില്ലെങ്കിലാണ് നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കുക. ഈ എഫും ഡിയും നമുക്ക് അറിയുമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ ഇക്വേഷൻ. ഓക്കെ, രണ്ടും ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷേ നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാനായിട്ട് എഫും ഡിയും തന്നിട്ടില്ലെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കുക, എഫും ഡിയും നമുക്ക് തന്നിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് അറിയാമെങ്കിൽ ഈ ഇക്വേഷനും ഉപയോഗിക്കുക. ഓക്കെ, ഇനി ഇവിടെ എഫ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എൻ എന്ന് പറയുന്നത് എന്താണ്? 75 എന്ന ടേമിന്റെ പൊസിഷൻ ആണ്. ഏതാണ് പൊസിഷൻ? സെക്കൻഡ് ടേം അല്ലെ? 2ൽ നിന്ന് 1 പോയാൽ 1 ആണ്. ഇനി ഡി എത്രയാണ്? -5. അപ്പോ എഫ് പ്ലസ് 1 ഇൻറ്റു -5 ഈക്വൽ ടു 75. ഇനി 1 ഇൻറ്റു -5 എന്ത് വന്നു? -5. അപ്പൊ എഫ് പ്ലസ് എഫ് മൈനസ് 5 ഈക്വൽ ടു 75. അതായത് ഫസ്റ്റ് ടേം എന്ത് വന്നു? 75 പ്ലസ് 5 എത്രയാ? 80. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? കോമൺ ഡിഫറൻസും കിട്ടി, അതുപോലെ തന്നെ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദവും കിട്ടി. ഇനി നമുക്ക് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തിട്ട് n കണ്ടുപിടിച്ചൂടെ? ഡിന്റെ സ്ഥാനത്ത് -5n പ്ലസ് എഫ് മൈനസ് ഡി എന്ന് പറഞ്ഞാൽ 80 മൈനസ് -5 എന്ത് വരും? 80 പ്ലസ് 5 85 ഈക്വൽ ടു 0 -5n ഈക്വൽ ടു ഈ പ്ലസ് 85 സൈഡിലേക്ക് പോയാൽ -85. ഇനി n ഈക്വൽ ടു -85 ഹരിക്കണം ഈ -5 സൈഡിലേക്ക് വന്നാൽ ഹരിക്കണം -5, കാരണം ഇവിടെ ഗുണനം ആയതുകൊണ്ട് ഈ സൈഡിലേക്ക് വരുമ്പോൾ ഹരണമാവും. മൈനസും മൈനസും ക്യാൻസൽ ചെയ്തു. 85 ഹരിക്കണം 5 എത്രയാണ്? 17. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിലെ 17th ടേം അഥവാ 17ാമത്തെ പദമാണ് 0 എന്ന് പറയുന്നത്. 11ാമത്തെ ചോദ്യം. 6th term of an arithmetic sequence is 58 and sum of first 8 terms is 80. Find the sum of third term and 6th term. Find its third term. Find the sum of first 17 terms of this sequence. ആദ്യം തന്നെ നമുക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് എടുത്ത് എഴുതാം. സിക്സ്ത് ടേം 58 ആണെന്ന് തന്നിട്ടുണ്ട്. അതായത് 6ാമത്തെ പദം 58 ആണ്. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? എഫ് പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ ടു 58 എന്ന് എഴുതിക്കൂടെ? കാരണം nth ടേം കണ്ടുപിടിക്കാൻ നമ്മൾ രണ്ട് ഇക്വേഷൻസ് ആണ് പഠിക്കുന്നത്. ഒന്ന് എഫ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി എന്ന ഇക്വേഷനും രണ്ടാമത്തത് ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി എന്ന ഇക്വേഷനും. ഇനി എഫും ഡിയും നമുക്ക് തന്നിട്ടില്ല, നമുക്ക് അറിയില്ല എങ്കിൽ എപ്പോഴും ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇനി എഫും ഡിയും നമുക്ക് അറിയാം, നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇവിടെ നമുക്ക് എഫും ഡിയും തന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഫസ്റ്റ് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. എഫ് പ്ലസ് എൻ മൈനസ് 1 എന്ന് പറഞ്ഞാൽ 6ൽ നിന്ന് 1 പോയാൽ 5d ഈക്വൽ ടു 58. അപ്പൊ ആദ്യം തന്ന ക്ലൂവിൽ നിന്നും നമുക്ക് കിട്ടിയത് ഇതാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്ലൂ നോക്കാം. സം ഓഫ് ഫസ്റ്റ് 8 ടേംസ് ഈസ് 80. അതായത് ആദ്യത്തെ 8 പദങ്ങളുടെ തുക 80 ആണ്. ഇതിനെങ്ങനെ എഴുതാം? സം ഓഫ് ഫസ്റ്റ് 8 ടേംസ് എന്താണ് ഇക്വേഷൻ? സമ്മ് കാണാനുള്ള ഇക്വേഷൻ n/2 ഇൻറ്റു 2f പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഇതാണ് സമ്മ് കാണാനുള്ള ഇക്വേഷൻ ഈക്വൽ ടു 80. ഇനി എന്നിന്റെ സ്ഥാനത്ത് നമുക്ക് 8 ഇട്ട് കൊടുക്കാം, കാരണം ഇവിടെ ആദ്യത്തെ 8 പദങ്ങളുടെ തുകയാണ് 80. അപ്പൊ 8/2 എന്ത് വന്നു? 4 ഇൻറ്റു 2f അതുപോലെ എഴുതി, കാരണം നമുക്ക് എഫ് അറിയില്ല.
n-1 എന്തോന്ന് 8ൽ നിന്ന് 1 പോയാൽ 7 d ഈക്വൽ ടു 80. അപ്പൊ നമുക്ക് കിട്ടുന്ന ഈ ഇക്വേഷനെ മാക്സിമം ചെറുതാക്കിയിട്ട് വേണം എഴുതാനായിട്ട്. ഈ 4 ഈ സൈഡിലേക്ക് കൊണ്ടുപോയാൽ ബാക്കി എന്തോന്ന് 2f പ്ലസ് 7d ഈക്വൽ ടു 80/4. 80 ഹരിക്കണം 4 എത്രയാണ് 20. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള രണ്ട് ക്ലൂകൾ. ഒന്നാമത്തത് f പ്ലസ് 5d എന്നത് 58 ആണ്. രണ്ടാമത്തത് 2f പ്ലസ് 7d എന്നത് 20 ആണ്. ഇങ്ങനെ രണ്ട് ക്ലൂസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി ആദ്യത്തെ ചോദ്യം നോക്കാം. ഫൈൻഡ് ദ സം ഓഫ് തേർഡ് ടേം ആൻഡ് സിക്സ്ത് ടേം. അതായത് മൂന്നാമത്തെ പദവും ആറാമത്തെ പദവും കൂട്ടിയാൽ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. തേർഡ് ടേം പ്ലസ് സിക്സ്ത് ടേം ഈക്വൽ ടു, തേർഡ് ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാം? nth ടേമിന്റെ ഇക്വേഷൻ പ്രകാരം f പ്ലസ് n-1 എന്ന് പറഞ്ഞാൽ 3ൽ നിന്നും 1 പോയാൽ 2d, ഇങ്ങനെ എഴുതിക്കൂടെ? ഇനി സിക്സ്ത് ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാം? f പ്ലസ് n-1 എന്ന് പറഞ്ഞാൽ 6ൽ നിന്ന് 1 പോയാൽ 5d. ഓക്കെ, അപ്പൊ തേർഡ് ടേമിനെ നമ്മൾ f പ്ലസ് 2d എന്നും സിക്സ്ത് ടേമിനെ നമ്മൾ f പ്ലസ് 5d എന്നും എഴുതി. ഇനി എഫും എഫും കൂട്ടിയാൽ 2f പ്ലസ് 2d പ്ലസ് 5d എന്ത് വന്നു? 2 5 കൂട്ടിയാൽ 7 ആണ്. അപ്പൊ 7d. അതായത് തേർഡ് ടേമും സിക്സ്ത് ടേമും കൂട്ടിക്കഴിഞ്ഞാൽ 2f പ്ലസ് 7d ആണ് കിട്ടുക. അതല്ലേ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത് 2f പ്ലസ് 7d 20 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ 2f പ്ലസ് 7d ഈക്വൽ ടു 20. അതായത് മൂന്നാമത്തെ ടേമും ആറാമത്തെ ടേമും കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 20 ആണ്. ഓക്കെ, ഇതിങ്ങനെ ഈസി ആയി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ക്ലൂ, നമുക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് ഈ ഒരു രീതിയിൽ എഴുതി വെക്കാനായിട്ട് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് ഇറ്റ്സ് തേർഡ് ടേം. തേർഡ് ടേമും സിക്സ്ത് ടേമും കൂട്ടിക്കഴിഞ്ഞാൽ 20 ആണെന്ന് നമുക്ക് കണ്ടുപിടിച്ചു കഴിഞ്ഞു. സിക്സ്ത് ടേം നമുക്ക് 58 ആണെന്ന് തന്നിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് തേർഡ് ടേം കണ്ടുപിടിച്ചൂടെ? അതായത് തേർഡ് ടേം മൂന്നാം പദം പ്ലസ് സിക്സ്ത് ടേം 58 ആണെന്ന് തന്നിട്ടുണ്ട്. 58 ഈക്വൽ ടു, നമുക്ക് തേർഡ് ടേമും സിക്സ്ത് ടേമും കൂട്ടിയപ്പോൾ കിട്ടിയത് 20. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ പദവും ആറാമത്തെ പദവും കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടിയത് 20 ആണ്. അങ്ങനെയാണെങ്കിൽ തേർഡ് ടേം അഥവാ മൂന്നാമത്തെ പദം എത്രയാണ്? ഈക്വൽ ടു 20 പ്ലസ് 58 ഈ സൈഡിലേക്ക് പോയാൽ മൈനസ് 58. ഇനി 20 മൈനസ് 58 എത്രയാണ്? മൈനസ് 38. അടുത്തത് മൂന്നാമത്തെ ചോദ്യം. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 17 ടേംസ് ഓഫ് ദിസ് സീക്വൻസ്. ആദ്യത്തെ 17 പദങ്ങളുടെ തുക കണ്ടുപിടിക്കണം. ഇക്വേഷൻ എന്താ? സമ്മ് കാണാനുള്ള ഇക്വേഷൻ n/2 ഇൻറ്റു 2f പ്ലസ് n-1 എന്ന് പറഞ്ഞാൽ 17ൽ നിന്ന് 1 പോയാൽ 16d. ഇനി നമുക്ക് ഇതിൽ കണ്ടുപിടിക്കാന് n നമുക്ക് അറിയാം 17 ആണ്. എഫും ഡിയും അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ഇത് സോൾവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് സിക്സ്ത് ടേം 58 ആണെന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. തേർഡ് ടേം മൈനസ് 38 ആണെന്ന് നമ്മൾ കണ്ടുപിടിക്കുകയും ചെയ്തു. ഇപ്പൊ രണ്ട് ടേംസും അവയുടെ പൊസിഷൻസും തന്നു കഴിഞ്ഞാൽ നമുക്ക് ഡി കണ്ടുപിടിച്ചൂടെ? ഇവിടെ സിക്സ്ത് ടേം അഥവാ ആറാം പദം 58 ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തേർഡ് ടേം അഥവാ മൂന്നാം പദം മൈനസ് 38 ആണെന്നും തന്നിട്ടുണ്ട്. ഇങ്ങനെ രണ്ട് ടേംസും അവയുടെ പൊസിഷൻസും തന്നു കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എങ്ങനെയാണ് കാണുക? ഇക്വേഷൻ ഡി ഈക്വൽ ടു ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. 58 മൈനസ് 38. ഓക്കെ, 58 മൈനസ് 38 പ്ലസ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 58ന്റെ പൊസിഷൻ അഥവാ സ്ഥാനം 6 ആണ്. മൈനസ് 38ന്റെ പൊസിഷൻ അഥവാ സ്ഥാനം 3 ആണ്. ഇനി 58 മൈനസ് 38 എന്ത് വന്നു? 58 പ്ലസ് 38 എത്രയാണ്? 96. ഡിവൈഡഡ് ബൈ 6ൽ നിന്ന് 3 പോയാൽ 3 എത്ര വരും? 96 ഹരിക്കണം 3 32. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം 32 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദമാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് എന്ത് ചെയ്താൽ മതി? ഈ ഒന്നാമത്തെ ഇക്വേഷനിലോ അല്ലെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷനിലോ ഏത് ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം. നമുക്ക് ഇവിടെ ഒന്നാമത്തെ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ഒന്നാമത്തെ ഇക്വേഷൻ എന്താ? എഫ് പ്ലസ് 5d എന്നത് 58 ആണ്. ഓക്കെ, അപ്പൊ എഫ് പ്ലസ് 5d അതായത് 5 ഇൻറ്റു ഡി എത്രയാണ്? 32. എത്രയാണ് 5 ഇൻറ്റു 32 എന്ന് പറയുന്നത്? 160 ഈക്വൽ ടു 58. ഇനി എഫ് ഈക്വൽ ടു
58 ഈ പ്ലസ് 160 ഈ സൈഡിലേക്ക് പോയാൽ മൈനസ് 160. ഇനി 58 മൈനസ് 160 എത്രയാണ്? മൈനസ് 102. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം മൈനസ് 102 ഇപ്പൊ ഡി യു എഫ് കിട്ടിയില്ലേ? ഇനി നമുക്കിത് കണ്ടുപിടിച്ചൂടെ? n/2 എന്ന് പറഞ്ഞാൽ 17/2 ഇൻറ്റു 2f എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു മൈനസ് 102 പ്ലസ് 16d എന്ന് പറഞ്ഞാൽ 16 ഇൻറ്റു 32. ഇനി 17/2 അതുപോലെ എഴുതി ഇൻറ്റു മൈനസ് 102 ഇൻറ്റു 2 എന്ത് വരും? മൈനസ് 204 പ്ലസ് 16 ഇൻറ്റു 32 എത്രയാണ്? 512. ഇനി 512ൽ നിന്നും 204 പോയാൽ എത്രയാണ്? 308. 17/2 ഇൻറ്റു 308. ഇനി 308 ഹരിക്കണം 2, അതായത് 308ന്റെ പകുതി എത്രയാ? 17 ഇൻറ്റു 154. 17 ഇൻറ്റു 154 എത്രയാണ്? 2618. അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ ആദ്യത്തെ 17 പദങ്ങളുടെ തുക എത്രയാണ്? 2618.